ഹായ് നമസ്കാരം മക്കളെ. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ സച്ചുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. സച്ചുവിൻ്റെ വീട് പണി നടക്കുന്നത് കൊണ്ട് തന്നെ അവർ തൽക്കാലം മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. സച്ചുവിനെ വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു ഐഡിയ വന്നത്, നമുക്കൊരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ മാംഗോ പുഡിങ്ങിനായിട്ടുള്ള മിൽക്ക് മെയ്ഡൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. 3 മാങ്ങ എടുത്ത് ചെത്തി അത് അരിഞ്ഞ് ഒരു ജാറിലേക്ക് മാറ്റി കുറച്ച് മിൽക്ക് മെയ്ഡും പാലും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇതുവരെ വളരെ 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 ശരിയാണ് കിട്ടുന്നത് കേട്ടാ. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കോൺഫ്ലവറും മിൽക്ക് പൗഡറും കുറച്ച് പാലൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഒരു പാനിലേക്ക് ഈ ഒരു മിശ്രിതം ചേർത്ത് കോൺഫ്ലവറൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് കുറുക്കിയെടുത്തു. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്ത് പുഡിങ്ങിൻ്റെ ബൗളിലേക്ക് മാറ്റി അതിന് മുകളിലേക്ക് പുഡിങ്ങിൻ്റെ മിശ്രിതത്തോടെ ചേർത്തിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തു. നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഫ്രീസ് ചെയ്യാൻ വെക്കുവാണേ. ഇനി നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞ് തുറന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഡീമൗൾഡ് ചെയ്തപ്പോഴുള്ള അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. ടെക്സ്ചർ മൊത്തത്തിൽ തെറ്റിപ്പോയി ഗൈസ്. കോൺഫ്ലോർ കൂടിപ്പോയതാണോ കുറഞ്ഞു പോയതാണോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ടേസ്റ്റ് വൈസ് നമുക്ക് കുഴപ്പമില്ലായിരുന്നു, കഴിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് കോൺഫ്ലവർ ആഡ് ചെയ്യാതെ ഇതൊരു ഐസ്ക്രീം ആക്കി എടുത്തിരുന്നെങ്കിൽ അടിപൊളിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.